നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിപുലീകരിക്കുന്നു. വിദേശ വ്യവസായി ചെന്നിത്തലയോട് വെളിപ്പെടുത്തിയ ഡി മണി എന്ന വ്യക്തിയെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചു. വിവാദമായ ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി SITക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചെന്നൈയിലെത്തി. ചെന്നൈ നഗരം കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വിവരങ്ങളും കൃത്യമായി പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൈമാറിയ രഹസ്യ വിവരങ്ങളെല്ലാം വിശദമായി തന്നെ അന്വേഷിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയിലെ വിഗ്രഹങ്ങൾ കടത്തിയെന്ന വിദേശ വ്യവസായിയുടെ വെളിപ്പെടുത്തലിനെ ഡി മണി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശരിയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. വ്യവസായിയുടെ മൊഴിയിൽ സൂചിപ്പിച്ച ചെന്നൈ സ്വദേശിയായ ഡി മണിയുടെ സംഘത്തിലുള്ളവരുമായി SIT ഉദ്യോഗസ്ഥർ ഫോണിൽ സംസാരിച്ചു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തെളിവുകൾ രേഖപ്പെടുത്തുന്നതിനുമായി അന്വേഷണ സംഘം ഇപ്പോൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ നിന്നും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും അവ ഡി മണി എന്ന ചെന്നൈ സ്വദേശിയാണ് കൈപ്പറ്റിയതെന്നുമാണ് ദുബായിലെ വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്നത്. ദുബായിലെ ഈ വ്യവസായിക്ക് വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അറിയാമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നാണ് SIT ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 2019-20 കാലഘട്ടത്തിലാണ് വിഗ്രഹങ്ങൾ കടത്തിയതെന്നും ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഒരു ഉന്നതനാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു സംഘമാണ് ഈ കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളാണ് ഇതിന് ഇടനിലക്കാരനായി നിന്നതെന്നും മൊഴിയിലുണ്ട്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹങ്ങൾക്കായുള്ള പണം കൈമാറിയതെന്നും ഈ കൂടിക്കാഴ്ചയിൽ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭരണരംഗത്തെ ഉന്നതനും മാത്രമാണ് പങ്കെടുത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിലവിൽ ലഭിച്ച ഈ മൊഴികൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന കാര്യത്തിൽ പ്രാഥമികമായ പരിശോധനകൾ നടത്തിവരികയാണ് പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ മണിയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നാണ് പോറ്റി പറയുന്നത്. ഡി മണി എന്നാൽ ദാവൂദ് മണിയാണെന്നും ദുബായ് മണിയാണെന്നും വിളിപ്പേരുണ്ട്. വിഗ്രഹങ്ങൾ വിറ്റഴിച്ചതിലൂടെ ലഭിച്ച വൻ തുക കൈപ്പറ്റിയത് ശബരിമല ഭരണസമിതിയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണെന്ന് റിപ്പോർട്ടിലുണ്ട്. വിഗ്രഹങ്ങൾ വാങ്ങിയ ഡി മണിയുടെ പ്രധാന സാമ്പത്തിക ഇടപാടുകളെല്ലാം ദുബായ് കേന്ദ്രീകരിച്ചാണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾക്കായി പണം കൈമാറിയതെന്നും ഇതിനായി മണി വിമാനമാർഗം തലസ്ഥാനത്ത് എത്തിയതായും മൊഴിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റ് ഭയന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിലെ ഭരണസമിതി അംഗങ്ങളായിരുന്നു ഇരുവരും. ഇതിനൊപ്പം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലും ശങ്കർദാസ് ഹർജി നൽകി. വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു.